അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, അജ്മീർ ദർഗയ്ക്ക് സമീപം 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി സ്വന്തം കുടുംബത്തിലെ 4 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ കഥയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ മനസമാധാനവും പ്രാർത്ഥനകളുമായി എത്തുന്ന ലോക പ്രശസ്തമായ ദർഗ സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമിയാണ് രാജസ്ഥാനിലെ അജ്മീർ. എപ്പോഴും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും പ്രാർത്ഥനകളും മാത്രമുള്ള ആ അജ്മീർ ദർഗയുടെ പരിസര പ്രദേശങ്ങളെപ്പോലും നടുക്കിക്കൊണ്ടാണ് ആ വാർത്ത പുറത്തു വന്നത്. ഒരു സാധാരണ റോഡപകടം, അതിനെ തുടർന്നുണ്ടായ തീപിടുത്തം, കാറിനുള്ളിൽ കരിഞ്ഞുപോയ 4 ജീവനുകൾ. ആദ്യഘട്ടത്തിൽ നാട്ടുകാരും പോലീസും എല്ലാം വിചാരിച്ചത് ഇതൊരു നിർഭാഗ്യകരമായ ദുരന്തം മാത്രമാണ് എന്നാണ്. എന്നാൽ കേവലം മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ സംഭവം നടന്നത് അജ്മീറിലാണ്. പണത്തോടുള്ള ആർത്തിയും കുടുംബത്തിലെ ആഭ്യന്തര കലഹങ്ങളും ഒരു മകനെ എങ്ങനെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റി എന്നതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ കഥയിലെ പ്രധാന പശ്ചാത്തലം ആ നാട്ടിലെ വലിയൊരു ധനികനും ബിസിനസ്സുകാരനുമായ റഹീം ഹാജി എന്ന വ്യക്തിയുടെ കുടുംബമാണ്. നാട്ടുകാർക്കൊക്കെ വലിയ ബഹുമാനമുള്ള, നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു റഹീം ഹാജി. എന്നാൽ പുറമെ കാണുന്ന സന്തോഷങ്ങൾക്ക് അപ്പുറം ഹാജിയുടെ കുടുംബത്തിനുള്ളിൽ വലിയൊരു തർക്കവും അസ്വസ്ഥതകളും പുകയുന്നുണ്ടായിരുന്നു. റഹീം ഹാജിക്ക് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ആദ്യ ഭാര്യയിലുള്ള 17-കാരനായ മകനാണ് ഈ കഥയിലെ പ്രധാന വില്ലനായി മാറിയത്. റഹീം ഹാജി തൻ്റെ 2ാമത്തെ വിവാഹത്തിന് ശേഷം ആദ്യ ഭാര്യയോടും മകനായ ത്വാഹിറിനോടും വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയിരുന്നത്. അവർക്ക് അർഹതപ്പെട്ട സ്നേഹമോ പരിഗണനയോ സാമ്പത്തിക പിന്തുണയോ നൽകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. റഹീം ഹാജി തൻ്റെ 2ാമത്തെ ഭാര്യയായ ആമിനയോടൊപ്പമാണ് കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നത്. ഇവരെ കൂടാതെ റഹീം ഹാജിയുടെ പ്രായമായ ഉമ്മ ഫാത്തിമയും ഹാജിയുടെ സഹോദരിയുടെ മകളായ നസ്റിനും ആ വീട്ടിൽ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. വലിയ ഒരു ഫാം ഹൗസ് പോലെയുള്ള വീട്ടിലായിരുന്നു ഇവരെല്ലാവരും കഴിഞ്ഞിരുന്നത്. പുറം ലോകത്തിന് ഇവർ വലിയൊരു സന്തുഷ്ട കുടുംബമായിരുന്നെങ്കിലും ഉള്ളിൽ പ്രതികാരത്തിൻ്റെ കനലുകൾ എരിയുകയായിരുന്നു. ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകാൻ കാരണം സാമ്പത്തിക ഇടപാടുകളിലുണ്ടായ തർക്കങ്ങളായിരുന്നു. റഹീം ഹാജിയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും ഭൂമി ഇടപാടുകളും കൈകാര്യം ചെയ്തിരുന്നത് ഹാജിയുടെ സഹോദരി പുത്രിയായിരുന്ന നസ്റിനായിരുന്നു. നസ്റിനും 2ാം ഭാര്യ ആമിനയും ചേർന്ന് റഹീം ഹാജിയെ പൂർണ്ണമായും തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരുന്നു. തനിക്കും തൻ്റെ ഉമ്മാക്കും ലഭിക്കേണ്ട സ്വത്തുക്കൾ മുഴുവനും ഈ 2 പേരും ചേർന്ന് തട്ടിയെടുക്കുമെന്നും തങ്ങൾ ഭാവിയിൽ തെരുവിലേക്ക് ഇറക്കപ്പെടുമെന്നും മകനായ ത്വാഹിർ കടുത്ത ഭയത്തിലായിരുന്നു. ഉപ്പയോടുള്ള ദേഷ്യവും സ്വത്ത് നഷ്ടപ്പെടുമെന്ന ആദിയും ത്വാഹിറിൻ്റെ മനസ്സിൽ പ്രതികാര ചിന്തകൾ വളർത്തി തുടങ്ങി. അങ്ങനെയാണ് ഉപ്പയെയും തങ്ങളുടെ വഴിയിലെ തടസ്സങ്ങളായ മറ്റുള്ളവരെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവൻ തീരുമാനിക്കുന്നത്. എന്നാൽ വെറുമൊരു കൊലപാതകം നടത്തി ജയിലിൽ പോകാൻ അവൻ തയ്യാറല്ലായിരുന്നു. പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ഈ കുറ്റകൃത്യം ചെയ്യാമെന്നതിനെക്കുറിച്ച് അവൻ മാസങ്ങളോളം പഠനം നടത്തി. കഴിഞ്ഞ 5 മാസമായി ത്വാഹിർ ഈ ഒരു കറുത്ത രാത്രിക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനിങ്ങിലായിരുന്നു. ഈ 5 മാസക്കാലം ത്വാഹിർ ചെയ്ത കാര്യങ്ങൾ ശരിക്കും ഞെട്ടിക്കുന്നതാണ്. അവൻ തൻ്റെ മൊബൈൽ ഫോണിൽ നിരന്തരം ക്രൈം വെബ് സീരീസുകളും കുറ്റാന്വേഷണ കഥകളും കൊലപാതകങ്ങളെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററികളും കാണാൻ തുടങ്ങി. ഓൺലൈൻ ഗെയിമുകളിൽ അമിതമായി മുഴുകിയിരുന്ന അവൻ രാത്രികളിൽ ഉറങ്ങാതെ ഇത്തരം വീഡിയോകൾ ഒരുപാട് കണ്ടുകൂട്ടി. ഒരു കൊലപാതകം നടത്തിയാൽ പോലീസ് എങ്ങനെയാണ് അത് അന്വേഷിക്കുക? വിരലടയാളങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ച് തെളിവുകൾ എങ്ങനെ പൂർണ്ണമായി നശിപ്പിക്കാം എന്നതിനെക്കുറിച്ചെല്ലാം അവൻ വളരെ ആഴത്തിൽ പഠിച്ചെടുത്തു. കൊലപാതകത്തിന് ശേഷം അതൊരു വെറും അപകടമാക്കി മാറ്റിക്കഴിഞ്ഞാൽ പോലീസിന് തങ്ങളെ സംശയം തോന്നില്ല എന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ഈ പ്ലാനിങ്ങുകളെല്ലാം അവൻ തൻ്റെ സ്വന്തം ഉമ്മയോടും സഹോദരിയോടും പങ്കുവെക്കുകയും അവർ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തിരുന്നു എന്നതാണ് ഏറ്റവും ക്രൂരമായ വസ്തുത. അങ്ങനെ
തങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടപ്പിലാക്കാനായി അവർ ആ കറുത്ത രാത്രി തിരഞ്ഞെടുത്തു. സംഭവം നടക്കുന്ന അന്ന് രാത്രി റഹീം ഹാജിയും രണ്ടാം ഭാര്യ ആമിനയും പതിവ് പോലെ ഭക്ഷണം കഴിഞ്ഞ് കിടപ്പുമുറിയിൽ ഉറങ്ങാൻ കിടന്നു. എന്നാൽ ത്വാഹിറിൻ്റെ മുറിയിൽ അപ്പോഴും വെളിച്ചം കെട്ടിരുന്നില്ല. അവൻ പുലർച്ചെ 4 മണി വരെ തൻ്റെ മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ട് സമയം തള്ളി നീക്കി. വീടും പരിസരവും പൂർണ്ണ നിശബ്ദമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മുൻകൂട്ടി കരുതിയ മൂർച്ചയേറിയ കത്തിയുമായി ത്വാഹിർ ഉപ്പ കിടക്കുന്ന മുറിയിലേക്ക് പതുങ്ങി ചെന്നു. കട്ടിലിൽ നല്ല ഉറക്കത്തിലായിരുന്ന റഹീം ഹാജിയുടെ കഴുത്തിലും ചെവിയുടെ ഭാഗത്തും അവൻ കഠിനമായി ആഴത്തിൽ കത്തി കുത്തിയിറക്കി. പെട്ടെന്നുണ്ടായ മാരകമായ ആക്രമണത്തിൽ റഹീം ഹാജിക്ക് ശബ്ദമുയർത്താൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ ത്വാഹിർ വിചാരിച്ചതുപോലെയല്ല കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് നീങ്ങിയത്. ഉപ്പയുടെ ശരീരത്തിൽ നിന്നും ചോര ചീറ്റുന്നതും പിടയുന്നതുമായ ശബ്ദം കേട്ട് തൊട്ടടുത്ത് കിടന്നിരുന്ന രണ്ടാം ഭാര്യ ആമിന പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ഭയാനകമായ ആ കാഴ്ച കണ്ട് ആമിന ഉറക്കെ ബഹളം വെക്കാനും ത്വാഹിറിനെ തടയാനും ശ്രമിച്ചു. ആമിനയുടെ നിലവിളി കേട്ട് തൊട്ടടുത്ത മുറികളിൽ ഉറങ്ങുകയായിരുന്ന ഉമ്മ ഫാത്തിമയും സഹോദരി പുത്രൻ നസ്റിനും അവിടേക്ക് ഓടിയെത്തി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും നാട്ടുകാർ ഉണരുമെന്ന് മനസ്സിലാക്കിയ ത്വാഹിറിനെ സഹായിക്കാൻ ഈ സമയം അവൻ്റെ സ്വന്തം ഉമ്മയും സഹോദരിയും ആ മുറിയിലേക്ക് കടന്നു വന്നു. പിന്നീട് അവിടെ നടന്നത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അതിക്രൂരമായ കൂട്ടക്കൊലപാതകമായിരുന്നു. ത്വാഹിറും അവൻ്റെ ഉമ്മയും സഹോദരിയും ചേർന്ന് ആ മുറിയിൽ വെച്ച് ആമിനയെയും വൃദ്ധയായ ഉമ്മ ഫാത്തിമയെയും നസ്റിനെയും ക്രൂരമായി ആക്രമിച്ചു. 3 പേരെയും അവർ കത്തികൊണ്ട് കുത്തുകയും ശ്വാസം മുട്ടിച്ചും കൊലപ്പെടുത്തി. നിമിഷങ്ങൾക്കകം ആ കിടപ്പുമുറി ഒരു വലിയ രക്തക്കുളമായി മാറി. 4 പേരുടെയും മരണം ഉറപ്പാക്കിയ ശേഷം പ്രതികൾ തങ്ങളുടെ അടുത്ത പ്ലാനിലേക്ക് കടന്നു. അടുത്ത പ്ലാൻ, ആദ്യം അവർ വീട്ടിലെ രക്തക്കറകളും മറ്റ് തെളിവുകളും കൃത്യമായി കഴുകി വൃത്തിയാക്കി. അതിനുശേഷം ഇതൊരു കാർ അപകടമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി 4 മൃതദേഹങ്ങളും റഹീം ഹാജിയുടെ തന്നെ ആഡംബര കാറിന്റെ പിൻസീറ്റിലേക്ക് വലിച്ചു കയറ്റി. തുടർന്ന് പുലർച്ചെയുള്ള ഇരുട്ടിന്റെ മറവിൽ ആളൊഴിഞ്ഞ ഒരു റോഡരികിലേക്ക് അവർ കാർ ഓടിച്ചുപോയി. അവിടെ വെച്ച് കാറിന് തീയിട്ട ശേഷം അവർ ആരും കാണാതെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. കാറും അതിനുള്ളിലെ മൃതദേഹങ്ങളും പൂർണ്ണമായി കത്തിയമരുന്നതിലൂടെ എല്ലാ തെളിവുകളും ഇല്ലാതാകുമെന്നും തങ്ങൾ രക്ഷപ്പെടുമെന്നും അവരെല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. പിറ്റേന്ന് രാവിലെ റോഡരികിൽ ഒരു കാറ് പൂർണ്ണമായും കത്തിയ നിലയിൽ കണ്ടെത്തി വിവരമറിഞ്ഞ് പോലീസും നാട്ടുകാരും ഓടിയെത്തി. കാറിനുള്ളിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞുപോയ 4 മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. റഹീം ഹാജിയുടെ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞതോടെ ബന്ധുക്കളും നാട്ടുകാരും ദുരന്ത സ്ഥലത്തേക്ക് ഓടിയെത്തി. റഹീം ഹാജിയുടെ ആദ്യ ഭാര്യയും മക്കളും അവിടെയെത്തി നെഞ്ചത്തടിച്ചു നിലവിളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ വലിയ ദുരന്തമുഖത്തും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ തികച്ചും ശാന്തനായി പെരുമാറിയ 17-കാരൻ ത്വാഹിറാണ് പോലീസിന് ആദ്യത്തെ സൂചന നൽകിയത്. സ്വന്തം ഉപ്പയും മുമ്മൂമ്മയുമെല്ലാം കരിഞ്ഞു മരിച്ചു കിടക്കുമ്പോഴും ത്വാഹിർ യാതൊരു ആകുലതകളുമില്ലാതെ വളരെ കൂളായി ഉമ്മയെ ആശ്വസിപ്പിക്കുകയും അവിടെ ഇരുന്ന് വളരെ സുഖമായി ചായ കുടിക്കുകയുമായിരുന്നു. ഒരു ദുരന്തം നടന്ന സ്ഥലത്ത് നിൽക്കുന്ന ഒരു മകൻ്റെ ഈ ഒരു പെരുമാറ്റം അവിടെ ഉണ്ടായിരുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരിൽ കടുത്ത സംശയം ജനിപ്പിച്ചു. ഒരു സാധാരണ മനുഷ്യന് ഇത്രയും വലിയൊരു സങ്കടത്തിൽ ഇത്ര ശാന്തനായിരിക്കാൻ കഴിയില്ലെന്ന് പോലീസ് മനസ്സിലാക്കി. ഇതോടെ പോലീസ് അവനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി. പോലീസിന്റെ സംശയം ശരിവെക്കുന്ന രീതിയിലായിരുന്നു പിന്നീട് പുറത്തു വന്ന ഫോറൻസിക് റിപ്പോർട്ടുകൾ. പോലീസ് നടത്തിയ ശാസ്ത്രീയമായ പരിശോധനയിൽ ചില വലിയ അസ്വാഭാവികതകൾ കണ്ടെത്തുകയും ചെയ്തു. സാധാരണയായി ഒരു കാറ് അപകടത്തിൽപ്പെട്ട് തീപിടിക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിലോ മുൻ സീറ്റിലോ ആരെങ്കിലും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഈ കാറിൽ 4 മൃതദേഹങ്ങളും കണ്ടെത്തിയത് പിൻസീറ്റിൽ മാത്രമായിരുന്നു. അത് പോലീസിന് ചിന്തിപ്പിച്ചു. അപകടം നടക്കുമ്പോൾ ആരും വാഹനം ഓടിച്ചിരുന്നില്ലേ എന്ന സംശയം. രണ്ടാമതായി, കൊല്ലപ്പെട്ട രണ്ടാം ഭാര്യ ആമിനയുടെ ശരീരത്തിൽ കാറിന് തീപിടിക്കുന്നതിൻ്റെ മുൻപ് തന്നെ മാരകമായ കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടായിരുന്നു.
ഇതോടെ ഇതൊരു സാധാരണ അപകടമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൂട്ടക്കൊലപാതകമാണെന്നും പോലീസ് ഉറപ്പിച്ചു. തുടർന്ന് പോലീസ് ത്വാഹിറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതോടെ തുടക്കത്തിൽ അവൻ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കൃത്യമായ തെളിവുകൾക്ക് മുന്നിൽ അവന് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. താൻ നടത്തിയ ആ ക്രൂരമായ 5 മാസത്തെ പ്ലാനിങ്ങിനെ കുറിച്ചും കൊലപാതകത്തെക്കുറിച്ചും അവൻ പോലീസിനോട് അക്കമിട്ട് സമ്മതിച്ചു. സ്വന്തം ഉപ്പയെയും കുടുംബത്തെയും ഇല്ലാതാക്കിയ ആ 17കാരൻ മകനെയും അവന് കൂട്ടുനിന്ന ആദ്യ ഭാര്യയെയും സഹോദരിയെയും പോലീസ് നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നു. പണത്തോടുള്ള അമിതമായ ആർത്തിയും കുടുംബത്തിലെ കലഹങ്ങളും മനുഷ്യനെ മൃഗത്തെക്കാൾ ക്രൂരനാക്കി മാറ്റുമെന്നതിൻ്റെ വലിയൊരു തെളിവാണ് ഈ കൊലപാതകങ്ങൾ. കുറ്റവാളികൾ എത്രയൊക്കെ ബുദ്ധിപൂർവം തെളിവുകൾ നശിപ്പിച്ചാലും നിയമത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അള്ളാഹു എല്ലാ ക്രൂരമായ ചിന്തകളിൽ നിന്നും നമുക്ക് കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.